മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള ഡോക്ടർ ശശി തരൂരിന്റെ നീക്കങ്ങളെ അവഗണിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു. വിവാദങ്ങളിൽ നിന്ന് വഴിമാറി നടക്കാൻ നേതാക്കൾക്ക് ഹൈക്കമാൻഡ് രഹസ്യ നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിലവിലെ നേതൃത്വത്തെ ദുർബലപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ലീഡർഷിപ്പ്. കരുതലോടെയാണ് ഡോക്ടർ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ദേശീയ നേതാക്കന്മാർ പ്രതികരിക്കുന്നത്. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഏത് ഭാഗത്തുനിന്ന് വിമർശനം കോൺഗ്രസിനകത്തുണ്ടായാലും അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. വിമർശനങ്ങൾ പറയുന്നതുകൊണ്ട് ഒരാളെ സൈഡ് ലൈൻ ചെയ്യാനോ ഒരാളെ ഒഴിവാക്കാനോ ഒരാളെ ഇല്ലാതാക്കാനോ ചെയ്യുന്ന അത് CPM-ൻ്റെ ശൈലിയാണ്, അത് ഞങ്ങളുടെ ശൈലിയല്ല. രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പത്രലേഖകരോട് സംസാരിച്ചതും അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടും പരിശോധിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാർട്ടിയിൽ എല്ലാ നേതാക്കളും അനിവാര്യരാണ്. എല്ലാവരും ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത്. ഞങ്ങൾ മൊത്തത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെ ആവശ്യമല്ലാത്ത വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കരുതെന്നാണ്. പാർട്ടി ലീഡർഷിപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അനാവശ്യ വിവാദങ്ങൾ വേണ്ട എന്നുള്ളത്. ഇത് പ്രതികരിച്ച് വെറുതെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് തന്നെയാണ് തീരുമാനം. ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനും ഞാനില്ല. എന്തായാലും ഡോക്ടർ ശശി തരൂരിനെ അവഗണിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടുന്ന അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്നൊക്കെ പരാതി വ്യാപകമായിട്ട് ഉയരുന്ന വേളയിൽ സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, ഡോക്ടർ തരൂരുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? എന്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം? 3 അടി മുന്നോട്ട് 2 അടി പിന്നോട്ടെന്നുള്ള ലൈനാണോ, അതോ 2 അടി പിന്നോട്ട് 3 അടി മുന്നോട്ടാണോ? ഗുഡ് മോർണിംഗ്. ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശശി തരൂർ വേഴ്സസ് സംസ്ഥാനത്തെ കോൺഗ്രസ് എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അതിൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്തെ നിലവിലെ നേതൃത്വത്തെ ദുർബലപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡ് തീരുമാനം. അതുകൊണ്ട് തന്നെ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കരുതലോടെ പ്രതികരിച്ചാൽ മതി എന്നുള്ളതാണ്. ശശി തരൂരിനെ പ്രകോപിപ്പിക്കേണ്ടതില്ല, അതേസമയം ശശി തരൂർ പറയുന്ന ഡിമാൻഡുകളൊന്നും അംഗീകരിക്കേണ്ടതുമില്ല എന്നുള്ളതാണ്. നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുക, തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മറുപടി പറയേണ്ടതില്ല എന്നുള്ളൊരു നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിൽ കരുത്തനാവാനാണ് ശശി തരൂർ ശ്രമിച്ചതെന്നും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനാണ് ശശി തരൂർ ശ്രമിച്ചതെന്നും സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം ഹൈക്കമാൻഡ് അംഗീകരിച്ചുകൊണ്ടാണ് ശശി തരൂരിനെ തൽക്കാലം ശശി തരൂരിൻ്റെ ആഗ്രഹങ്ങളും ശശി തരൂരിൻ്റെ ആവശ്യങ്ങളും അംഗീകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. പക്ഷേ അത് നിബന്ധനകൾക്ക് വിധേയമായാണ് സംസ്ഥാന നേതാക്കൾക്ക് ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ തരൂരുമായി ബന്ധപ്പെട്ട് തരൂരിനെ പ്രകോപിപ്പിക്കരുത്, മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഒരുക്കങ്ങളിലേക്കും കടക്കുക, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാകണം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മോശം വരുന്ന ഒരു ഫലമുണ്ടായാൽ അത് തരൂരിൻ്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കും, ശശി തരൂരിനെ ഉൾപ്പെടെ മുൻനിർത്താൻ ഹൈക്കമാൻഡ് ആ നിലയിൽ ആ ഘട്ടത്തിൽ ആലോചിക്കും. അതുവരെയും നിലവിലെ സംസ്ഥാന നേതൃത്വം പറയുന്നത് ശരി എന്ന നിലയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ലൈൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്നുൾപ്പെടെ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ഈ ശശി തരൂർ വിഷയത്തിൽ കരുതലോടെ പ്രതികരിച്ചത്. ആദ്യ ദിവസങ്ങളിൽ തരൂർ വിവാദം ഉയർത്തിയപ്പോൾ വലിയ വിമർശനം തരൂരിനെതിരെ നേരിട്ട് തന്നെ ഉയർത്തിയിരുന്നു സംസ്ഥാനത്തെ നേതാക്കൾ. അതിന് പിന്നാലെ മയപ്പെടുത്തുകയും പിന്നീട് തരൂരിന് മറുപടി പറയാൻ ഞങ്ങൾ ആളല്ല എന്നൊരു ലൈൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലാണ് ശശി തരൂർ പറയുന്ന വിവാദങ്ങളെ അവഗണിച്ചു വിടുക എന്നൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം ശശി തരൂർ പറയുന്നത് നിലവിൽ ഉള്ള മുഴുവൻ ആ പോഡ്കാസ്റ്റ്, ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ മുഴുവൻ പോഡ്കാസ്റ്റ് കേൾക്കുക, അതിനുശേഷം താൻ പറഞ്ഞത് എന്തെന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ്. അതായത് തരൂരും ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് ഒരുപക്ഷെ എത്തിയേക്കും എന്ന് നേതാക്കൾ കണക്ക് കൂട്ടുന്നുണ്ട്. തരൂർ എന്തായാലും കോൺഗ്രസ് വിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിലേക്കോ മറ്റേതെങ്കിലും പാളയത്തിലേക്കോ പോകില്ല എന്നും സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും നേതാക്കളും കണക്ക് കൂട്ടുന്നു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.